ചിത്ര ബാനർജി ദിവാകരുണിയുടെ ഇന്ത്യൻ മൂവി ഇൻ ന്യൂജേഴ്സി എന്ന പോയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏകദേശം അതിൻ്റെ ഒരു 3 സ്റ്റാൻസാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യണം. അതിന് മുമ്പ് നമ്മളുടെ ഓതർ ചിത്ര ബാനർജി ദിവാകരുണി. ഷീ ഈസ് ആൻ ഫേമസ് ഇന്ത്യൻ അമേരിക്കൻ റൈറ്റർ. ഷീ വാസ് ബോൺ ഇൻ കൊൽക്കത്ത. She did her masters at Wright State University and her PhD at California University. She is now a professor at Foothills College, California. She has been conferred many awards for her writings. She has several novels and also poetry collections. നമ്മൾ ഇതുവരെ എടുത്ത ഭാഗത്തിൻ്റെ ഷോർട്ട് സമ്മറി. എ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ സെറ്റിലേഴ്സ് ആർ വാച്ചിങ് എ ഫിലിം അറ്റ് എ സിനിമ ഇൻ ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിലെ ഒരു സിനിമയിൽ, സിനിമ മീൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സിനിമാശാലകളെ നമ്മൾ തിയേറ്റർ എന്ന് പറയുന്ന ടേമിന് പകരമാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ സിനിമ എന്ന് ഉപയോഗിക്കുന്നത്. നാടകം കാണുന്ന സ്ഥലമാണ് തിയേറ്റർ. ഡ്രാമാസ് പെർഫോംഡ് ഇൻ തിയേറ്റർ ആൻഡ് ഫിലിംസ് ഇൻ സിനിമ എന്നാണ്. ആൻഡ് ഇൻ ന്യൂജേഴ്സിയിലെ ഒരു സിനിമയിൽ ഒരു ഇന്ത്യൻ സെറ്റിലേഴ്സ് ഫിലിം വാച്ച് ചെയ്യാണ്. ഇന്ത്യൻ ഫിലിം. ഹീറോയിൻ ഈസ് സ്കാൻറ്റിലി ക്ലോത്ത്ഡ്. സ്കാൻഡലി എന്ന് പറഞ്ഞാൽ കുറവായി എന്നാണ്. അപ്പോൾ ഹീറോയിൻ അല്പവസ്ത്രധാരിണിയാണ്. ഹെർ തൈസ് ഷോ, അവളുടെ തൈസൊക്കെ കാണുന്നുണ്ട്. ദേ ആർ സോളിഡ് ലൈക്ക് എ ട്രീ ട്രങ്ക്. തൈസ് ഒരു ട്രീ ട്രങ്ക് പോലെ സോളിഡായിരുന്നു. ഷീ സ്വിങ്സ് ഹർ ഹിപ്സ്. ദ മെൻ ആർ എക്സൈറ്റഡ്. അവരവരുടെ ഹിപ്സ് മൂവ് ചെയ്തുകൊണ്ട് ഡാൻസ് ചെയ്തു. മെൻസ് വളരെ എക്സൈറ്റഡ് ആയി. ദ സ്റ്റോറി ഈസ് അൺവെയിൽഡ് അഗെയിൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് സീനിക് കാശ്മീർ ആൻഡ് സെറീൻ ഡാൽ ലേക്ക്. കഥയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിക്കുന്നത് കാശ്മീരും അതേപോലെ തന്നെ കാശ്മീരിലെ ദാൽ ലേക്കുമാണ്. ദ സെക്സി ഹീറോയിൻ ഓഫ് ആൻഡ് ഓൺ സ്പീക്സ് ഹെവിലി ആക്സെൻറ്റഡ് ഇംഗ്ലീഷ്. സെക്സി ആയിട്ടുള്ള ഹീറോയിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. കൺസെപ്റ്റ്സിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇന്ത്യൻ നായികമാരും ഹോളിവുഡ് നായികമാരും തമ്മിലുള്ള ഡിഫറൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഹീറോയിൻ അവരുടെ ഹെവിലി ആക്സെൻറ്റഡായ ഇംഗ്ലീഷിൽ ചില സംസാരങ്ങളൊക്കെ സംസാരിച്ചു. ഫോർ എ വൈൽ ദ വ്യൂവേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ഇന്ത്യ. കുറച്ച് നേരത്തേക്ക് കാഴ്ചക്കാർ അവരിപ്പോൾ അമേരിക്കയിലാണ് എന്നുള്ളത് മറന്ന് അവർ ഇന്ത്യയിലേക്ക് മാനസികമായൊരു യാത്ര ചെയ്തു. ആൻഡ് അറ്റ് ദ എൻഡ് ഹീറോ ഡൈസ് ഫോർ ഹിസ് ഫ്രണ്ട് ഹു വിൽ മാരി ദ ഹീറോയിൻ. കഥയുടെ അവസാനം ഹീറോ മരണപ്പെടുന്നുണ്ട്. അയാളുടെ ഫ്രണ്ടിന് വേണ്ടിയാണ് അയാൾ മരിക്കുന്നത്. ആ ഫ്രണ്ടും ഈ ഹീറോയിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അവർ തമ്മിൽ കല്യാണം കഴിക്കുകയും ചെയ്യും. ഓൾ ആർ മൂവ്ഡ് ടു ടിയേഴ്സ്. എല്ലാവരും കരഞ്ഞു ഈ കഥ കണ്ടിട്ട്. സ്പെക്ടേറ്റേഴ്സ് ആർ നോട്ട് ഇൻ ഹറി ടു ലീവ് ദ സീൻ. ഇനി കാഴ്ചക്കാർ അവിടെ നിന്ന് പെട്ടെന്ന് പോകാനുള്ള താല്പര്യത്തിലൊന്നും ആയിരുന്നില്ല. സിനിമ തിരിച്ചു പോകുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും വന്നതല്ല. ദേ റിമെയിൻ ദർ എക്സ്ചേഞ്ചിങ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗുഡ് ന്യൂസ് അബൌട്ട് ബൈയിങ് എ ന്യൂ ഗോൾഡ് ചെയിൻ ഓർ എ ട്രിപ്പ് ടു ഇന്ത്യ. അവരവിടെ വീണ്ടും തങ്ങി നിൽക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ് അവരവിടെ തന്നെ ഇങ്ങനെ നിന്ന് ആ ലോബിയിൽ അവരവിടെ പലതും പറഞ്ഞൊക്കെ നിൽക്കുക. കാരണം അവരുടെ ഉദ്ദേശം സിനിമ കാണലല്ല. പ്രധാന ഉദ്ദേശം ഒരു പക്ഷേ ഇന്ത്യക്കാരായ ആളുകളുമായിട്ടൊന്നുകൂടി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതായിരിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർക്കുള്ള നല്ല വർത്തമാനങ്ങളെ പരസ്പരം പങ്കുവെച്ചു. ഗുഡ് ന്യൂസ് മാത്രം പങ്കുവെച്ചു. ബൈയിങ് എ ന്യൂ ഗോൾഡ് ചെയിൻ. ഇന്ത്യക്കാരുടെ സ്വർണത്തിനോടുള്ള താല്പര്യമൊക്കെ സൂചിപ്പിക്കാനാണ് കവി പറയുന്നത്. പുതിയ ഗോൾഡ് ചെയിൻ വാങ്ങിയതോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ളൊരു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ അവരങ്ങനെ പരസ്പരം പങ്കുവെച്ചു എന്നാണ്. വി ഡു നോട്ട് സ്പീക്ക് ഓഫ് മോട്ടൽ റെയ്ഡ്സ്, ക്യാൻസൽഡ് പെർമിറ്റ്സ്, സ്റ്റോൺസ് ത്രോൺ ത്രൂ ഗ്ലാസ് വിൻഡോസ്, ഡോട്ടേഴ്സ് ആൻഡ് സൺസ് റേപ്ഡ് ബൈ ഡോട്ട് ബസ്റ്റേഴ്സ്. ഞങ്ങൾ പക്ഷേ നല്ല വർത്തമാനങ്ങൾ പങ്കുവെച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി അടുത്ത സ്റ്റാൻസയിൽ ഞങ്ങൾ മോശം വർത്തമാനങ്ങളൊന്നും പറയുന്നില്ല. യു ഡു നോട്ട് സ്പീക്ക്. ഞങ്ങൾ പറയണില്ല. എന്ത് പറയണില്ല? ഞങ്ങൾക്കുണ്ടാകുന്ന
ദുഃഖവാർത്തകളെക്കുറിച്ച്, സന്തോഷമില്ലാത്ത വാർത്തകൾ ഞങ്ങൾ പരസ്പരം പങ്കുവച്ചില്ല. നല്ല കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇന്ത്യയിലേക്ക് പോകുന്നതിനെക്കുറിച്ച്, പുതിയ ഗോൾഡ് ചെയിൻ വാങ്ങിയതിനെക്കുറിച്ച്, അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. മോട്ടൽ റെയ്ഡ്, ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ വർക്ക് പ്ലേസുകളിലൊക്കെ സംഭവിക്കുന്ന റെയ്ഡുകളെക്കുറിച്ച്, വിദേശികൾ നടത്തുന്ന സ്ഥാപനങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ക്യാൻസൽഡ് പെർമിറ്റ്സുകളെക്കുറിച്ച്, സ്റ്റോൺസ് ത്രോൺ ത്രൂ ഗ്ലാസ് വിൻഡോസിലൂടെ എറിയപ്പെടുന്ന കല്ലുകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചില്ല. മോശമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ സംസാരിച്ചില്ല. അപ്പോൾ ഒരു ഇന്ത്യക്കാർ അല്ലെങ്കിൽ വിദേശികൾ, അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികളായ ആളുകൾ, സെറ്റിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. വർക്കുമായി ബന്ധപ്പെട്ട, അവരുടെ മോട്ടലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പെർമിറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കറുത്തവർഗക്കാരായ ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് നേരെ അവിടെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ വീടുകളുടെ നേരെയൊക്കെ കല്ലേറുകൾ ഉണ്ടാവാറുണ്ട്, ഗ്ലാസ് വിൻഡോസ് തകർന്നു പോകാറുണ്ട് എപ്പോഴും. അതിനെക്കുറിച്ച് ഡോട്ടേഴ്സ് ആൻഡ് സൺസ് റേപ്ഡ് ബൈ ഡോട്ട് ബസ്റ്റേഴ്സിനാൽ ഞങ്ങളുടെ മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും റേപ്പ് ചെയ്യപ്പെടാറുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ല. ഡോട്ട് ബസ്റ്റേഴ്സ് റേസിസ്റ്റ് ഗ്യാങ്ങുകളാണ്. സൗത്ത് ഏഷ്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന റേസിസ്റ്റ് ഗ്യാങ്ങുകളാണ് ഡോട്ട് ബസ്റ്റേഴ്സ്. അപ്പോൾ ഡോട്ട് ബസ്റ്റേഴ്സ് ഞങ്ങളുടെ മക്കളെ റേപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും റേപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചും സംസാരിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നത്, മോട്ടൽ റെയ്ഡുകൾ, ഞങ്ങൾക്ക് നേരെയുള്ള, വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഞങ്ങളുടെ മക്കൾക്ക് നേരെയുള്ള ഈ റേസിസ്റ്റ് ഗ്യാങ്ങുകളുടെ പ്രശ്നങ്ങൾ. ഈ ഡോട്ട് ബസ്റ്റേഴ്സിൽ ഈ ഡോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന ബിന്ദിയാണ്. ട്രഡീഷണൽ ബിന്ദി വോൺ ബൈ സൗത്ത് ഏഷ്യൻ വിമൻ. അപ്പോൾ അങ്ങനെ ഡോട്ട് ബസ്റ്റേഴ്സിനെ കുറിച്ചും അവരുടെ ആക്രമണങ്ങളെക്കുറിച്ചും അവർ ഞങ്ങളുടെ മക്കളെ ടാർഗറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒന്നും ഞങ്ങൾ സംസാരിച്ചില്ല. ഇൻ ദിസ് ഡിം ഫെയർ വി ക്യാൻ പുൾ അറൗണ്ട് അസ് എ ഫെയിൻഡ് കംഫർട്ടിങ് സ്മെൽ. ഈ ഡിം ഫെയറിൽ, ഫെയർ ലോബി, ഈ ലോബിയിൽ ഞങ്ങൾക്ക് വി ക്യാൻ പുൾ അറൗണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തു. പുൾ അറൗണ്ട് എന്തിൻ്റെ അറ്റ്മോസ്ഫിയർ? കംഫർട്ടിങ് സ്മെൽ, ഫെയിൻ്റ് ആയിട്ടുള്ള, കംഫർട്ടിങ് ആയിട്ടുള്ള സ്മെൽ, ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന സ്മെൽ. എന്തിൻ്റെ സ്മെൽ? ഓഫ് ഇൻസെൻസ് ആൻഡ് പക്കോറാസ്. ഇൻസെൻസിൻ്റെ സ്മെൽ. ഇൻസെൻസ് ഈ തിരിയിൽ കത്തിക്കുന്ന പുകയിലൂടെ സ്മെല്ലുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇൻസെൻസ് എന്ന് പറയാം. സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ബേൺഡ് ഫോർ ഇറ്റ്സ് പ്ലസൻറ്റ് സ്മെൽ. അതേപോലെ തന്നെ പക്കോറാസ്, എ ഫ്രൈഡ് സ്നാക്ക് ലൈക്ക് എ ഫിറ്റ്. അപ്പോൾ പക്കോറാസിനെ കുറിച്ച് ഒരു ഇന്ത്യൻ ഫുഡിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസെൻസ്, ഈ കത്തിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ചന്ദനത്തിരിയൊക്കെ പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഞങ്ങൾക്ക് അവിടെ ഒരു കംഫോർട്ടിംഗ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ആൻഡ് ക്യാൻ അറേഞ്ച് അവർ ചിൽഡ്രൻസ് മാരേജ് വിത്ത് ഹോം ടൗൺ ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ സിനിമാശാലകളിലോ അങ്ങനെയുള്ള ഗ്യാതറിങ്സിലാണ് ഞങ്ങളുടെ കുട്ടികളുടെ മാരേജ് വരെ ഫിക്സ് ചെയ്യുന്നത്. ഹോം ടൗൺ ബോയ്സ് ആൻഡ് ഗേൾസ്, ഞങ്ങളുടെ നാട്ടിലുള്ള ബോയ്സ് ആൻഡ് ഗേൾസുമായിട്ട്. ഹോം ടൗൺ ബോയ്സ് ആൻഡ് ഗേൾസ്, അമേരിക്കയിൽ തന്നെ താമസക്കാരായ, എന്നാൽ ഇന്ത്യയിൽ ഒരേ പ്രദേശങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓരോ നഗരങ്ങളിലൊക്കെ തന്നെയുള്ള ആളുകൾ തമ്മിലൊക്കെയുള്ള കല്യാണമൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ മാരേജൊക്കെ ഫിക്സ് ചെയ്യാൻ കഴിയുന്നതും ഞങ്ങൾക്ക് ഇത്തരം ഗ്യാതറിങ്സിലാണ്. ഓപ്പൺ എ ഫ്രാഞ്ചൈസി വിൻ എ മില്യൺ ഇൻ ദ മെയിൽ. ഞങ്ങളുടെ ചർച്ച ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാം, ഓപ്പൺ എ ഫ്രാഞ്ചൈസി വിൻ എ മില്യൺ ഇൻ എ മെയിൽ. ഒരു മെയിലിൽ മില്യൺ കണക്കിന് പണം ഉണ്ടാക്കുക, അങ്ങനെ അത് കിട്ടുന്നതിനെ കുറിച്ചിട്ട്, അങ്ങനെ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ച, ബിസിനസ്സുകളെ കുറിച്ചുള്ള ചർച്ച. പിന്നെ വി ക്യാൻ റിട്ടയർ ഇൻ ഇന്ത്യ. പിന്നെ ഇന്ത്യയിലേക്ക് റിട്ടയർ ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച്. അവിടെ ഒരു യെല്ലോ കളറിലുള്ള 2 സ്റ്റോറീഡ് ഹൗസ് വിത്ത് എ റോട്ട് അയൺ ഗേറ്റ്സ്, ഒരു റോട്ട് അയൺ, ടഫ് ടൈപ്പ് ഓഫ് അയൺ. അപ്പോൾ ഇന്ത്യയിലേക്ക് പോവുക, അവിടെ ഒരു 2 നില വീട്, മഞ്ഞ പെയിൻ്റ് അടിച്ച വീട് മേടിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കുക. ഒരു അയൺ ഗേറ്റൊക്കെ ഉള്ള, റോട്ട് അയൺ, ടഫ് അയൺ കൊണ്ടുള്ള ഗേറ്റൊക്കെ ഉണ്ടാക്കുക.
ആൻഡ് അവർ ഓൺ അംബാസഡർ കാർ, ഒരു അംബാസഡർ കാർ മേടിക്കുക. ഇതൊക്കെയാണ് 90s ഈ പോയം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അംബാസഡർ കാറൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട കാർ. അപ്പോൾ ഒരു അംബാസഡർ കാർ മേടിക്കുക, ഒരു അയൺ ഗേറ്റുള്ള വലിയ വീട് മേടിക്കുക എന്നൊക്കെ ഞങ്ങൾ. ഓർ അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകൽ ചില ആൾക്കാർക്കൊന്നും പോസിബിൾ അല്ലാത്ത അവസ്ഥയുണ്ട്. തിരിച്ചു പോയി ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാനുള്ള പണമില്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബവും മറ്റുമൊക്കെ ആയിട്ട് അവർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് മൂവ് ടു എ റിച്ച് വൈഡ് സബേർബ്. അങ്ങനെയാണെങ്കിൽ ഒരു സബേർബിലേക്ക് പോവാം. സബേർബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഇവിടെ നിന്ന് താമസം മാറുക. സമ്മർഫീൽഡിലേക്കോ, സമ്മർഫീൽഡ് ഫ്ലോറിഡയുടെ ഒരു സബേർബാണ്, ഒരു മറ്റൊരു പ്രദേശം, ഒരു ചുറ്റുപാടുള്ള ഭാഗങ്ങളാണ്. ഫ്ലോറിഡയുടെ നഗരത്തിലല്ല, കുറച്ച് ശാന്തമായ പ്രദേശങ്ങളിൽ, സബേർബിൽ, പ്രാന്തപ്രദേശങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള റിച്ച് സബേർബിലേക്ക്, വൈറ്റ് സബേർബിലേക്ക്, സമ്മർഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഫോർട്ട് ലീ ന്യൂജേഴ്സിയുടെ സബേർബിലുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടോ അവിടെ എവിടെയെങ്കിലും ഒരു അവിടേക്ക് സെറ്റിൽ ചെയ്യുക വിത്ത് നൈബേഴ്സ് ദാറ്റ് വിൽ ടോക്ക് ടു അസ്. അവിടെ നമുക്ക് ആകെ ആവശ്യമുള്ളത് നമ്മളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നൈബേഴ്സ് ഉണ്ടാവണം. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവർക്ക് ഒരു ഇന്ത്യക്കാരായ അയൽവാസികൾ, ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഇതേപോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അയൽവാസികളൊക്കെയുള്ള ഒരു പ്രദേശത്തേക്കൊന്ന് മാറുന്നതിനെക്കുറിച്ചാണ് അവരുടെയൊക്കെ ചർച്ച. ഹിയർ വൈൽ ദ ഫിലിം സോങ്സ് സ്റ്റിൽ എക്കോ. ഇപ്പോഴും ഫിലിം സോങ്സ് ഇപ്പോഴും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പോണില്ല, അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. നേരത്തെ കേട്ട ഫിലിം സോങ്സ് ഇൻ ദ കോറിഡോർസ് ആൻഡ് റെസ്റ്റ് റൂംസ്, ഞങ്ങളുടെ കോറിഡോർസിലും റെസ്റ്റ് റൂമിലുമൊക്കെ അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പാട്ടുകൾ. വി ക്യാൻ ട്രസ്റ്റ് ഇൻ മൂവി ട്രൂത്ത്സ്. ഞങ്ങൾക്ക് ഈ സിനിമാ സത്യങ്ങളിൽ വിശ്വസിക്കാം. സാക്രിഫൈസുകളിൽ, സക്സസ്സുകളിൽ, പ്രണയത്തിൽ, ഭാഗ്യത്തിലൊക്കെ അല്ലേ, അതേ പറ്റൂ. ഞങ്ങൾക്ക് സിനിമയിൽ കാണുന്ന ചില സത്യങ്ങളുണ്ട്, സിനിമയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. സിനിമയിലെ സാക്രിഫൈസും സിനിമയിലെ വിജയങ്ങളും സിനിമയിലെ പ്രണയവും സിനിമയിലെ വിജയവും ഒക്കെ ദ അമേരിക്ക ദാറ്റ് വി സപ്പോസ് ടു ബി. ഞങ്ങൾ വിശ്വസിച്ച ഒരു അമേരിക്ക ഉണ്ടല്ലോ, ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു അമേരിക്ക, അങ്ങനെയുള്ള ഒന്ന്. എന്താണ്? വി ക്യാൻ ട്രസ്റ്റ് ഇൻ മൂവി ട്രൂത്ത്, സാക്രിഫൈസ്, സക്സസ്, ലവ് ആൻഡ് ലക്ക്. ഈ വരികൾ ഈ പോയത്തിൻ്റെ ഒരു ഏകദേശം മെസ്സേജ് ഇതിൽ പറയുന്നുണ്ട്. ദർ ഈസ് ആൻ അപ്പാരൻ്റ് ആംബിഗ്വിറ്റി ഇൻ ദീസ് ലൈൻസ്. ഈ വരികളിൽ ഒരു കൃത്യമായ ഒരു ആംബിഗ്വിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പീക്കർ ഫീൽസ് ദാറ്റ് മൂവി ട്രൂത്ത്സ് ലൈക്ക് സാക്രിഫൈസ്, സക്സസ്, ലവ് ആൻഡ് ലക്ക് കനോട്ട് ബി റിയലൈസ്ഡ് ഇൻ റിയൽ ലൈഫ്. ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് കവി കരുതുന്നത്. പീപ്പിൾ മൈഗ്രേറ്റ് ടു റിച്ച് കൺട്രീസ് ഫോർ എ ബെറ്റർ പ്രോസ്പെക്ട്സ്. സിനിമയിൽ കണ്ടതുപോലെയുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്, റിച്ച് കൺട്രീസിലേക്ക്. ആൻഡ് ന്യൂ അമേരിക്കൻ ഇമിഗ്രൻസ് ആർ സപ്പോസ്ഡ് ടു ബിലീവ് ദാറ്റ് ലൈഫ് ഈസ് ഫുൾ ഓഫ് ഫൈൻ തിങ്സ് ലൈക്ക് ദീസ്. അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഓരോ ആളും അമേരിക്കൻ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഫൈൻ തിങ്സ് ഒക്കെ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദീസ് ട്രൂത്ത്സ് ഓൺലി ഒക്യൂർ ഇൻ ഫിലിംസ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സത്യങ്ങളൊക്കെ സിനിമയിൽ മാത്രമേ ഉണ്ടാവൂ, ജീവിതത്തിൽ ഉണ്ടാവില്ല. പോയത്തിൽ പറയുന്ന ഇത്രയാണ്: പീപ്പിൾ മൈഗ്രേറ്റ് ടു റിച്ച് കൺട്രീസ് ഫോർ എ ബെറ്റർ ലൈഫ് കണ്ടീഷൻ. ആളുകൾ ബെറ്റർ ലൈഫ് കണ്ടീഷൻ പ്രതീക്ഷിച്ചിട്ടാണ് സമ്പന്ന രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ബീയിങ് ദ സെറ്റിലേഴ്സ് ഇൻ ആൻ ഏലിയൻ ലാൻഡ്, ദേ ആർ ഓൾസോ ട്രബിൾഡ് ബൈ ദ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അവർ ഒരു വിദേശ രാജ്യത്ത് സെറ്റിലേഴ്സ് ആവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവിക്കേണ്ടി വരുന്നു, അതുമായി ബന്ധപ്പെട്ട ട്രബിൾസ് അനുഭവിക്കേണ്ടി വരുന്നു. ദയർ ഇന്ത്യൻനെസ് ഈസ് ഇൻഗ്രെയിൻഡ് ഇൻ ദയർ ഡീപ്പ് സൈക്കേ. ഒരു ഇന്ത്യൻനെസ് അവരുടെ ഉള്ളിൽ അതിങ്ങനെ ഇൻഗ്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദ ന്യൂ, അവരുടെ സൈക്കയിൽ, ആൻഡ് ദ ന്യൂ ഐഡൻറ്റിറ്റി ആസ് അമേരിക്കൻ ക്ലാഷ് ഈച്ച് അതർ. പിന്നെ ഒരു അമേരിക്കൻ എന്നുള്ള നിലക്കുള്ള ഒരു പുതിയ ഐഡൻറ്റിറ്റി അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ നല്ല ക്ലാഷിലാണ്.
ദിസ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഡയാസ്പോറ എവരിവെയർ. ഇതിപ്പോൾ അമേരിക്കയിൽ പോയ ഇന്ത്യക്കാരൻ്റെ മാത്രമല്ല, ഏത് രാജ്യത്തേക്ക് കുടിയേറി പാർത്ത ഇന്ത്യക്കാരുടെയും ഡയാസ്പോറയുടെയും, ഇനി ഇന്ത്യക്കാരാവണമെന്നില്ല, മറ്റു രാജ്യത്തേക്ക് കുടിയേറി പാർത്ത ആളുകൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ട്. Many people migrate across the countries and continents in search of fresh foods and new pastures. ഒരുപാട് ആളുകൾ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലോകങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര ഗമനങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പുതിയ ഫ്രഷ് ഫുഡ്സ് ആൻഡ് ന്യൂ പാസ്റ്റേഴ്സ്, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവർ പോകുന്നതാണ്. പക്ഷേ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. ഇന്ത്യൻ മൂവി ന്യൂ ജേഴ്സി ബ്രിങ്സ് ഔട്ട് ദ സെൻസ് ഓഫ് ടുഗദർനെസ് brilliantly, especially by the repeated use of collective pronouns like we, our, us. ഈ പോയത്തിൽ we, our, us എന്ന ടേമുകൾ റിപ്പീറ്റഡായി ഉപയോഗിച്ചുകൊണ്ട് ഒരു ടുഗദർനെസ്, ഒരു ഇന്ത്യയിലെ അമേരിക്കക്കാർ, ഞങ്ങൾ പരസ്പരം കൈമാറി, ഞാൻ പറഞ്ഞു എന്നല്ല, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ആളുകൾ, ഞങ്ങൾ, അങ്ങനെ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ള ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ്, അവരുടെ ഇടയിലുള്ള ഒരു ടുഗദർനെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. വിദേശികളായ പോയിട്ടുള്ള ആളുകൾ, മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ വിദേശത്തുള്ള ഒരാളെ കണ്ടാൽ, വിദേശത്ത് വെച്ച് ഇന്ത്യക്കാരനായ ഒരാളെ കണ്ടാൽ അവർക്ക് വലിയ സ്നേഹം തോന്നുകയും വളരെയധികം സന്തോഷത്തോടു കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യും എന്ന് പറയുന്നത്. ഒരു ടുഗദർനെസ് അവർക്ക് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് ദ ഡയാസ്പോറ ഫീൽസ് വൈൽ ദേ ആർ അറ്റ് ദ തിയേറ്റർ. തിയേറ്ററിലിരിക്കുന്ന ഡയാസ്പോറയ്ക്ക് ഫീൽ ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്ത ഒരാൾക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്നതും ഇതേപോലെ ഒരു ടുഗദർനെസ്സാണ്. ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്ന തീമുകൾ: നൊസ്റ്റാൾജിയ ഫോർ ദ ഹോംലാൻഡ്, ഗൃഹാതുരത്വം, തൻ്റെ ഹോംലാൻഡിനെ കുറിച്ചുള്ള ഇന്ത്യൻ സെൻസിബിലിറ്റി, ഫീലിംഗ് ടുഗദർനെസ് ഇൻ എ ഫോറിൻ കൺട്രി, ഇവയാണ്. അപ്പോൾ പോയത്തിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ അനാലിസിസും എസ്സേസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. പോയ എല്ലാവരും നല്ലപോലെ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ഓക്കെ.